നിമിഷ, ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ നിമിഷ പരിപാടി? ഇന്നിപ്പോ ഇച്ചാൻ ഇന്നും അവധിയല്ലേ, അതുകൊണ്ട് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പിള്ളേരെ കുളിപ്പിക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് പുറത്തു പോകണം. പറ്റുവാണെങ്കിൽ ഒന്ന് പുറത്തു പോകണം കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് ഇടാൻ പോകുന്നത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയല്ലേ നിമിഷ? നമ്മുടെ അമ്മയും ഷൈജാൻറ്റിയും കൂടെ പറയുന്ന അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒത്തിരി പേര് കമന്റ് ചെയ്തു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമായിരുന്നു. അതെ, എല്ലാവർക്കും അവരുടെ സ്വന്തം കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഓർമ്മകൾ ഇഷ്ടംപോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ബാക്കിയാണ് നമ്മളിപ്പം ആദ്യം ഇടാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഞങ്ങളിത് അതിന്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഇന്ന് ഇടാൻ പോകുന്നത്. അത് ഇന്നലെ പാർട്ട് 1 ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഇട്ടത്. അപ്പൊ ഇന്ന് അതിന്റെ പാർട്ട് 2ഉം പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഷിജാൻറ്റി വരുന്നുണ്ട് കേട്ടോ. ഷിജാൻറ്റിയും വന്ന് ജോയിൻ ചെയ്തിട്ട് അവര് മറ്റേ നമ്മുടെ അരുവിക്കുത്ത് വെള്ളച്ചാട്ടം, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സൂപ്പർ വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാനായിട്ട് അവര് പോകുന്നൊക്കെ ഇട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നല്ല സൂപ്പർ വീഡിയോ ആണ്, എക്സൈറ്റിംഗ് ആണ്. നിങ്ങൾ തുടക്കം പോലെ അവസാനം വരെ കാണാനല്ലേ നിമിഷം? ഞങ്ങളപ്പോ ഇന്ന് പിള്ളേരൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാണ് അല്ലേ? അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോവാ അല്ലേ? അതെ, ഉറപ്പായിട്ടും കണ്ടിട്ട് പോവാ. ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു അർത്ഥം പറ്റി. ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ കല, ഗീത, പിന്നെ ശോഭ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കൂട്ടുകാരുണ്ട് കേട്ടോ. ഇവർ കൂട്ടുകാർ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, അവരിങ്ങനെ കൊടിയുടെ ചോട്ടിന്നൊക്കെ കുരുമുളക് പിറക്കിക്കൊണ്ടുപോയി ഈ ചോട്ടി വീഴുന്നൊക്കെ അത് അങ്ങനെ പിറക്കിക്കൊണ്ടുപോയി കൊടുക്കും, അവർക്ക് ഇങ്ങനെ പൈസ കിട്ടുമെന്ന് അവർ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾക്കും എന്തുകൊണ്ട് ഇതായിക്കൂടാ? അവര് നമ്മളോട് പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നിങ്ങൾക്കും കുരുമുളക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മളോട് പിറക്കാനായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അവരെന്നാ ഉദ്ദേശിച്ചെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ എന്നിട്ട് അതിബുദ്ധി കാണിച്ചു. അതെ, ഞങ്ങൾ അതിബുദ്ധി കാണിച്ചു. ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് നോക്കിയപ്പോ ഇതെന്ത് ഈസിയുള്ള പരിപാടി. അവര് ചോട്ടിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ചോട്ടി പോയി പറക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല. പക്ഷെ അത് ഒന്നൂരം ഇട്ടിട്ട് പറക്കിയിട്ടും ഇല്ല. അതെ അതെ, പറക്കാലും ഒരു കുറച്ചൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോ തട്ടൻപുറത്ത് ഇഷ്ടം പോലെ ചാക്കിനകത്തിരിക്കുക. കുറെ ഉണ്ടായിരുന്നു കേട്ടോ, അല്ലേ? ഇഷ്ടംപോലെ ചാക്കിൽ ഇങ്ങനെ കുരുമുളക് മൂടി കയറ്റി വെച്ചേക്കും. അങ്ങനെ അതും നല്ല കുരുമുളക് തന്നെ, ഫസ്റ്റ് ക്വാളിറ്റി എന്നോ അല്ലെ എന്നാ നമ്പർ 1 എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല കുരുമുളകായിരിക്കും കേട്ടോ. അതിങ്ങനെ തട്ടയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ ഞങ്ങൾ നോക്കിയപ്പം എന്തിനീ പറക്കാനൊക്കെ ബുദ്ധിമുട്ടാനൊക്കെ വലിയ പാടല്ലേ. നീ അത് പറഞ്ഞത് പിറക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഞാൻ പിറക്കാനൊന്നും വരാൻ എന്നെ കൊണ്ട് പറ്റിയല്ലാന്ന് ഞാൻ പറഞ്ഞു. തട്ടിന്റെ മുകളിൽ ഇവിടെ നമുക്കത് എടുക്കാന്ന്. അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ പിറക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എടി പിറക്കാനൊക്കെ പോകാൻ ഭയങ്കര പാടാ, ഞാൻ പിറക്കാനൊന്നും വരികയല്ല, ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് ഇത് കൂട്ടി ഇച്ചിരി എടുത്ത് കൊടുത്താൽ പോലെ. ഇവളാണ് ബുദ്ധി പറഞ്ഞത്. എന്നാ ഞാനായിരിക്കാം ഓക്കെ. അത് എന്നിട്ട് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ ഇത് എടുക്കാൻ ഒരു വഴിയില്ല ഞങ്ങൾക്ക്. കാരണം അടുക്കളക്കകത്ത് കോണി ഇരിക്കുന്ന മുകളിലോട്ട് തട്ടുംപുറത്തോട്ടുള്ള. അപ്പം തട്ടുംപുറത്ത് കയറി മമ്മി അടുക്കളയിലുള്ള മിക്കവാറും മമ്മി അടുക്കളയിൽ ഉണ്ട് താനും. ഒരു രീതിയിലും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഞങ്ങൾക്ക് അത് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് ഞങ്ങൾ ബുദ്ധി കണ്ടുപിടിച്ചു. എന്നും രാവിലെ മമ്മി പശുവിനെ കറക്കാൻ തൊഴുത്തി പോണ നേരത്ത് ഇവളെന്നോട് പറഞ്ഞു, ഇവള് പൊക്കത്തിൽ കയറി ഇവള് എടുക്കും. ഇവിടെ എടുക്കുമ്പോൾ ഞാൻ കോണിയൻ ഞാനിരുന്ന് വെച്ചാൽ മമ്മി വരുന്നുണ്ട് എന്നോട് ചുമച്ചാൽ മതി, പൊക്കത്തിലിരുന്ന് അവളെ എടുത്തോളാന്ന് പറഞ്ഞു. അതുപോലെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മമ്മി പശുവിനെ കിടക്കാൻ പോയി. ഇവിടെ പൊക്കത്തിൽ കയറിയിരുന്നു. ഞാൻ ഗോവനെ കയറി പാട്ടും പാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഇവിടെ പയ്യെ ചാക്കിന്റെ കെട്ടൊക്കെ അയച്ചു തുടങ്ങിയപ്പോഴത്തേക്കും മമ്മി തിരിച്ചു വന്നു. മമ്മി കപ്പെടുക്കാൻ മറന്നുപോയായിരുന്നു. പശുവിനെ കിടക്കാൻ പോയപ്പം കപ്പെടുത്തിട്ടില്ലായിരുന്നു. മമ്മി തിരിച്ചു വന്നു. ഞാൻ കോണിലിരുന്ന് ചുമയും തുടങ്ങി. എനിക്ക് ആയിട്ട് കപ്പെടുക്കാൻ വന്നു. ഇവള് മുകളിലിരുന്ന് പുഴുങ്ങിയിരിക്കുകയാണ്. കപ്പെടുക്കാൻ വന്ന് മമ്മീനെ അടിച്ചു. വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ എന്തോ കഴുകാനും തോന്നുന്നു. മമ്മി കുറെ പാത്രം കഴുക്കും, അതും ഇതും പരിപാടി. മമ്മി ഉടനെ ഇങ്ങനെ എടുക്കാം. അപ്പുറത്തോട് കപ്പും കൊണ്ട് പോകുന്ന ലക്ഷണം കണ്ടില്ല. എനിക്കാണ് ചുമയോട് ചുമ. ഞാൻ ചുമക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മി ഓർത്തു എനിക്ക് ഏതാണ്ട് ഭയങ്കര ചുമയാണ്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പറ്റി. അങ്ങനെ മമ്മി അവിടുത്തെ നേരെ എന്നെ എടുത്തിട്ട് വന്നു. നിനക്ക് ഇതെന്നെ പറ്റി, എന്നെ ചുമ എന്നെ പറ്റി. ചുമയുടെ മമ്മി പിന്നെ എന്നെ ചുമയ്ക്ക് മരുന്ന് തപ്പി നടക്കണോ, എന്നോട് ആ പൊടി എടുത്ത് നിന്ന് ഇത് തിന്നെന്ന് പറഞ്ഞ് എന്നെ പറയാൻ നടക്കുക. ഇവിടെ പൊക്കത്തിലിരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, മമ്മിക്ക് അറിയണില്ലല്ലോ. ഞാൻ പറയില്ല മമ്മി എനിക്ക് കുഴപ്പമൊന്നുമില്ല, മമ്മി പൊക്കോ എന്ന് പറഞ്ഞ മമ്മീനെ ഇവര് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു കഷ്ടപ്പെട്ട ഒരു വിധത്തിൽ മമ്മിനെ ഞങ്ങൾ പറഞ്ഞു. മമ്മി പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മമ്മി പോയി കേട്ടോ. മമ്മി പോയി കഴിഞ്ഞാൽ എളുപ്പമൊക്കെ നിന്ന് കുരുമുളകൊക്കെ എടുത്തുകൊണ്ട് വന്നു. വളരെ സക്സസ് ആയിട്ട് ഞങ്ങളുടെ പരിപാടികളൊക്കെ ദൗത്യം വിജയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഈ പിള്ളേരുടെ കൊടുത്തു വിട്ടു. ഈ കലാഗീത എന്ന് പറഞ്ഞ 2 പിള്ളേരുടെ അവരെന്താണേലും മിക്കപ്പോഴും ഇങ്ങനെ പിറക്കുന്നവർ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ അവരുടെ കൊടുത്തു വിട്ടെന്ന് വെച്ചാൽ ഞങ്ങള് നമ്മുടെ അവിടുത്തെ വില്യത്തിന് പോണ വഴിക്ക് ദാമോദര ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ കടയിലാണ് ഈ പിള്ളേർ കൊണ്ടുപോയി കൊടുക്കുന്നത്.
അപ്പം ഞങ്ങൾ അവരുടെ ഇവിടെ കൊടുക്കാനും പറഞ്ഞു വിട്ടു. ആ ചേട്ടന്റെ ഇടയിൽ കൊടുത്ത് കുരുമുളക് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ഇവരെ പിടിച്ചു. ഇത് നിങ്ങൾ നിലത്തുനിന്ന് പറക്കിയ കുരുമുളകല്ല, ഈ കുരുമുളക് എവിടെ നിന്ന് സത്യം പറയണമെന്ന് പറഞ്ഞു. കുറേ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ സത്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ ചേച്ചി കൂടെ തന്നു വിട്ടതാണ്, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കൊടുത്ത് പൈസ തന്നായിരുന്നു. നമുക്ക് പൈസ കിട്ടി, പൈസ തരുമല്ലോ. ആ ഒരു പൈസയെ കൊണ്ടേ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സംഭവമൊക്കെ ആരും അറിഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, ഇവർ മാത്രമല്ലേ അറിഞ്ഞുള്ളൂ എന്നോർത്ത് പിന്നെ ഞങ്ങൾ ദാമോദര ചേട്ടന്റെ ആ വരെ സ്കൂളിൽ പോകുമ്പോൾ വശത്തോട്ട് പോലും നോക്കിയാലേ ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കിക്കൊണ്ട് ജീവനും കൊണ്ട് ഓടും. കാരണം ഞങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ ഇത് ഓർമ്മ വരുമല്ലോ എന്നോർത്ത്. അതെന്ന് വെച്ച് ഞങ്ങൾ ഒരു ദിവസം പപ്പയുടെ ചേട്ടൻ ഇച്ചാച്ചന് അവിടുന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വരിക, വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പം ദാമച്ചന്റെ കടകളുടെ മുമ്പിൽ കൂടി വന്നപ്പോൾ ആ ചേട്ടൻ വിളിച്ചു. പാപ്പച്ചേട്ടൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. കാരണം ചേച്ചൻ നിന്നു. എന്നിട്ട് ഈ ചേട്ടൻ ഇറങ്ങി ചെന്നേച്ചു പറഞ്ഞു, വെല്ലിപ്പൻ രാമപുരത്തും അപ്പൻ അടിമാലിയിലും മക്കള് ഇവിടെയും കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. കുരുമുളക് വ്യാപാരം എന്ന് പറഞ്ഞു. കുരുമുളക് വ്യാപാരം, മരഞ്ചരക്ക് വ്യാപാരം എന്താ ഇങ്ങനെ നടത്തുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാച്ചനൊന്നും മനസ്സിലായില്ല. ചേച്ചി എന്നാ സംഭവം എന്നാന്ന് പറഞ്ഞു. ചോദിച്ചു കഴിയുമ്പോൾ പുള്ളിക്കാരൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ചേച്ചൻ നേരെ വീട്ടിൽ വന്നു. ചേച്ചൻ നേരെ വന്ന് ഞങ്ങൾക്ക് ചേച്ചനത് അറിയാമെന്നൊന്നും ഞങ്ങളുടെ അടുത്ത് അറിയത്തില്ല കേട്ടോ. ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ചേച്ചനോട് പറഞ്ഞിട്ടുണ്ടോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ചേച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ചു. പക്ഷെ ഈ ചേച്ചൻ ഞങ്ങളോട് ദേഷ്യപ്പെടുവോ ഈ എന്ന് ചിരിച്ചോണ്ടൊക്കെയാണ് സ്നേഹത്തോടെ പറഞ്ഞു. എന്നാടി ചേച്ചൻ ചോദിച്ചു, എന്നാടി നീ ദാമോദരന്റെ അടുത്ത് വ്യാപാരം ഉണ്ടോടി എന്നൊക്കെ ചോദിച്ചു. ആദ്യം ഒന്നും മനസ്സിലായില്ല. നീ കുരുമുളക് വ്യാപാരം ചെയ്യുന്നുണ്ടോടി നിങ്ങള് എന്ന് ചോദിച്ചു. അതെ ചേച്ചൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ ചേച്ചൻ ഞങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞു. ഞങ്ങളെ വഴക്ക് പറഞ്ഞില്ല. മമ്മിയോട് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും. പപ്പായോടും പറഞ്ഞില്ല. പപ്പായോട് പറഞ്ഞില്ല. മമ്മിയോട് പോട്ടെ, മമ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മമ്മിയെ ഞങ്ങൾക്ക് എങ്ങനെയും മനസ്സിലാക്കി ഞങ്ങൾക്ക് എടുക്കാം. അത് ഞങ്ങൾക്ക് സമ്മതമുണ്ട്. പപ്പ ഞങ്ങളുടെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ഇടപാട് തീരും എന്നുള്ള ഉറപ്പായിരുന്നു. അയാൾക്കാരും പപ്പയോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ചേച്ചൻ ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ ഒത്തിരി കഥകളുണ്ട് കേട്ടോ. ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിനക്കൊന്നും പറയാനുണ്ടോടി? ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ള? ഒരാളും കൂടെ ഉള്ളാനും നീയും കൂടെ സപ്പോർട്ടുള്ളവനാണ് അന്ന് ഇത്രയും ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് കേട്ടോ. തന്നെയാണെങ്കിൽ പക്ഷെ നമ്മൾ ചെയ്യില്ലല്ലോ. അതെ അത് ശരി കേട്ടോ. കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് അവള് നിൽക്കൂല്ലേ? അതൊക്കെ കാവല് നിൽക്കുവാണല്ലോ. ഭയങ്കര കൂട്ടം. എന്ത് ചെയ്താലും ഒരുമിച്ചേ ചെയ്യുള്ളൂ കേട്ടോ. കുളിക്കാൻ പോവുക, പിന്നെ എവിടെയെങ്കിലും അവിടെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ 10 പേരുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇവിടെ എന്നെ മാറ്റി നിർത്തുന്നുള്ളൂ. ബാക്കി എവിടെ തലമുടി ഒന്ന് ഈരാൻ പറഞ്ഞപ്പോൾ അവള് നീ മുടി ഈരില്ലായിരുന്നു. പക്ഷെ അതേ സ്വഭാവം എന്റെ മിറാമൂക്ക് കേട്ടോ. മിറാമൂക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയ മിറാമയുടെ മുടി ഇരുവാണ് ഭയങ്കര ചടങ്ങ്. അവൾക്ക് ഒരു രീതിയിലുള്ള മുടി അവൾക്ക് ഇഷ്ടമല്ല മുടി ഇരുന്നേ. അതുപോലെ തന്നെ ചെരുപ്പിടുക. അവൾക്ക് ചെരുപ്പിടുന്ന ഇഷ്ടമല്ല. ചെരുപ്പിട്ട് അന്നേരം അവളെ ചെരുപ്പ് കളയും. ചെരുപ്പിടുന്ന ഇടാതെ എത്തില്ലേ വേണേ അവള് നടക്കും. ഞാൻ നടക്കുന്ന പോലെ എത്തില്ലേ വേണേ ചെരുപ്പിടാൻ നടക്കും. പക്ഷെ അവൾക്ക് ചെരുപ്പിട്ട് നടക്കുന്ന ഇഷ്ടമല്ല. അതുപോലെ ഡ്രസ്സ് ഇടുവാണെങ്കിൽ തന്നെ അവിടെ ഇച്ചിരി പൂക്കളൊക്കെ കാണുന്ന കുഞ്ഞു മൂടുപ്പ് ബ്ലൗസൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ അവള് തെരുതെന്ന് വലിച്ചു. ഞാൻ കണ്ടത്. എന്നിട്ട് വലിച്ചിട്ടിട്ട് എത്തുന്നില്ലാണ്ട് അവളിങ്ങനെ കൂനി ഇങ്ങനെ നിൽക്കും താഴെ വരെ എത്താൻ വേണ്ടി. അതുപോലെ തന്നെ അവള് ശരിക്കും എന്റെ സ്വഭാവം എന്റെ നമുക്കുണ്ട്. അമ്മാവൻ ഷർട്ട് ഇടാതെ നമ്മളോട് പോരുന്നത് ഓർക്കുന്നില്ലേ? ഉണ്ട്. അതെ അമ്മാവൻ അതെ എവിടെ പോന്നാലും ഷർട്ട് ഇടില്ല. അല്ല, പുറത്തു പോകുമ്പോഴാണേലും അമ്മാവൻ ഒരു തോർത്ത് മടക്കി ഇട്ടിട്ടല്ലേ. അപ്പൊ ഞാൻ തോർത്തിട്ടുള്ളൂ, ഞാൻ കൊണ്ടുപോയില്ല. അപ്പൊ അമ്മാവൻ മമ്മിയുടെ അടുത്ത് ചോദിക്കുന്ന ഇന്ന് ഏത് മോളുടെ കൂടെ പോകണ്ടേ എന്ന് ചോദിക്കും. അന്നേരം അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോ മൂത്ത മോളുടെ കൂടെയാണ് ഷർട്ട് ഇടാതെ കൊണ്ടുപോയില്ല, ഇളയ മോളാണെ ഒരു കുഴപ്പമില്ല, ഷർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നു മമ്മി എന്നോട് പറഞ്ഞു. എടി അമ്മാവൻ എന്നോട് ചോദിച്ചു ഇത് ആരുടെ കൂടെ ഇങ്ങനെ ചോദിച്ചു എന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടേ. ഞാൻ എന്റെ കൂടെ പോരുമ്പോ എനിക്ക് ഷർട്ട് ഇടാതെ പോരുമ്പോ ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു ഷർട്ട് ഇട്ടുകൊണ്ട് പോരണമെന്ന് പറയും. അപ്പൊ അമ്മാവൻ അതുകൊണ്ട് മമ്മിയോട് ചോദിക്കുന്നതന്നെ ഇന്ന് ഏത് മോളുടെ കൂടെയാ പോകണ്ടേ. അതെ നല്ലൊരു അമ്മാവനായിരുന്നു കേട്ടോ. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മാവൻ പോയത് വീട്ടിൽ നിന്ന്. പിന്നെ അസുഖ തീരെ തെറ്റില്ലാതെ ആയപ്പോഴല്ലേ പോയെ. കല്യാണം കഴിഞ്ഞ് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ മൂവാറ്റുപുഴ ആയിരുന്നല്ലോ അമ്മാവന്റെ വീട്. അതെ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മാവന് വീട്ടിലോട്ട് എഴുത്തെഴുതുമ്പോൾ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുന്നത് ഞങ്ങളാട്ടോ. അമ്മാവന് അഡ്രസ് എഴുതി ലെറ്റർ നമ്മളെ തന്നു വിടും. നമ്മളിവിടെ കൊണ്ടുപോയി ഈസ്റ്റ് വാഴപ്പള്ളി മുകളേക്കുടി പുത്തമ്പരയിൽ ഹൗസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പി നാരായണ നായർ മുകളേക്കുടി പുത്തമ്പരയിൽ ഹൗസ് ഈസ്റ്റ് വാഴപ്പള്ളി. പിന്നെ അതിന്റെ ആ സ്ഥലത്തിന്റെ പേരുന്ന ഈസ്റ്റ് വാഴപ്പള്ളി. അത് അങ്ങനെയായിരുന്നു അതില്. ഇതിന് അടിയിൽ മൂവാറ്റുപുഴ എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ എന്നതാ
ഞങ്ങളുടെ പപ്പായിക്ക് ഭയങ്കര കലയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, അല്ലേ? ഹാർമോണിയം പഠിക്കണം, ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം, അതൊക്കെ പപ്പായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പായിക്ക് ഞങ്ങളതൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും പപ്പായി വിളിക്കുമ്പോൾ പപ്പായി പറയായിരുന്നു, പപ്പായി ഒരു സീരിയൽ കാണും. സീരിയൽ കണ്ടേച്ച് പപ്പായി പറയും, പടി ഐജി ഞാൻ നിന്റെ സീരിയൽ കാണുമെന്ന് പറയും. ഞാൻ ചോദിക്കും എനിക്കത് ആരാന്ന് എനിക്ക് ഇപ്പോഴും പറയേണ്ടിയിട്ടില്ല. ഏതോ ഒരു കൊച്ചു സീരിയലിനകത്തൊരു പുള്ളിക്കാരത്തിയുണ്ട്, എന്നെ പോലെ തന്നെ ഇരിക്കണേന്ന് പപ്പായി പറയണേ. എന്നിട്ട് പപ്പായി പറയും, എടി ഞാൻ നിന്റെ സീരിയൽ കാണുമോ? ചിലപ്പോൾ പറയും നിന്റെ സീരിയൽ തുടങ്ങാറായി എന്ന് പറയും. എന്നിട്ട് പറയും ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ടിരുന്നു, ഉച്ചയ്ക്ക് ഇരുന്ന് നിന്റെ സീരിയൽ കാണും അടിയെന്ന്. കാരണം പപ്പായിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് വന്ന് കാണാൻ. സീരിയലിനകത്ത് വരാനൊന്നും അല്ലാട്ടോ, ഇങ്ങനെയൊക്കെ വന്ന് കാണാൻ എന്നെ പോലെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. അവർ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വന്നൊന്ന് കാണണം എന്നൊക്കെ. സീരിയലിനകത്തും അങ്ങനെ അവിടെ അങ്ങനെ വലിയ ഇതിനൊന്നും വന്നില്ലേലും ഇങ്ങനെ ടി വിക്കകത്തും ഇങ്ങനെയായാലും ഞങ്ങളിപ്പോൾ ഈ വരുന്നത് പോലും ഞങ്ങളുടെ പപ്പായിക്ക് കാണാൻ പറ്റിയില്ല. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അല്ല, മമ്മിക്ക് അത് ഭയങ്കര ആഗ്രഹം. മമ്മി എപ്പോഴും പറയുന്നത് എന്റെ പിള്ളേരെ ഇങ്ങനെ ടി വിയിൽ കാണണം. അത് കഴിഞ്ഞിട്ട് മമ്മി അവസാനം ഞാൻ എന്റെ പിള്ളേരെ കാണുമെന്ന് വിചാരിച്ചു. ഇനി എന്റെ കൊച്ചുമക്കളേലും പാട്ടായി ടോപ്പ് സിംഗറൊക്കെ വരുമ്പോ പിള്ളേർക്ക് ആർക്കെങ്കിലും പാടുമായിരുന്നെങ്കിൽ. പക്ഷെ ഷിജിയുടെ മോള് പാടും കേട്ടോ. പക്ഷെ അതിൽ ടോപ്പ് സിംഗറിൽ അവള് ഇതിൽ പങ്കെടുക്കാൻ പോയായിരുന്നല്ലേ? അല്ല, ആദ്യം പോയില്ലേ? പോയായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങളെ ടി വി. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഞങ്ങളെ ഒന്ന് കാണണം. എന്നിട്ട് ഞങ്ങൾ രണ്ടുകൂടി ഇരുന്ന് പറയും, നമുക്ക് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരെങ്കിലും പേപ്പറിൽ ഇടുമായിരിക്കൂടി. പേപ്പറിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അന്നേരം ഞാൻ പറയും, എടി എന്റെ മരിച്ചു കഴിഞ്ഞ വിടുമ്പോൾ ഞാൻ എങ്ങനെയാടി കാണുന്നത്? അന്നേരം ഇവള് പറയും, ഞാൻ കണ്ടോളാടി. അങ്ങനെയേലും ഒന്ന് പേപ്പറിൽ ഒരു കുഞ്ഞിക്കഷ്ണം വരുമെന്നൊക്കെ ഞങ്ങൾക്കും ഭയങ്കര കൊതിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കും ഇങ്ങനെയൊന്നും വരുമെന്നോ അങ്ങനെയൊന്നും ഞങ്ങളല്ല. മമ്മി കുറച്ചൊക്കെ നിന്റെ ഇത് പരിപാടികൾ ടി വിയിലിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ചാനൽ പരിപാടി ആണോ? ഞങ്ങൾ അവിടെയായിരുന്നു പരിചയം. മമ്മീനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ടി വിയിലിട്ട് കാണുമായിരുന്നു. അപ്പൊ ഞങ്ങളിതേ പള്ളിയിലൊക്കെ രാവിലെ പോയി പള്ളി കഴിഞ്ഞ് വന്നു ഞങ്ങള് കാപ്പി കുടിക്കുവാണേ. ഇന്ന് നമുക്ക് ഷീജീനെ ഗോവിനെ പിടി കിട്ടി. എല്ലാവരും കൂടി ഇട്ട് കാപ്പി കുടിക്കുന്നു. പിന്നെ ഞങ്ങള് വന്ന വഴിക്ക് പിഴയിന്ന് ഞങ്ങള് അപ്പം മേടിച്ചോണ്ട് വന്നു കേട്ടോ. അപ്പവും കോട്ട റോസ്റ്റ് മേടിച്ചോണ്ട് വന്നു. ഞങ്ങൾ മിക്കവാറും വീട്ടിൽ ചെന്നാലും ഞങ്ങൾ മിക്കവാറും അവിടുന്ന് അവിടെ വാങ്ങിക്കാറ്. പപ്പായി ആണെങ്കിലും അവിടുന്ന് വാങ്ങിച്ചോണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ മേടിച്ചോണ്ട് വരും. അങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന സാധാരണ. ഞങ്ങൾക്ക് അവിടുത്തെ അപ്പവും മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ ഞാൻ ഇന്നലെ വട്ടയപ്പം ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പരിപാടിയാണേ. നല്ല അടിക്കറി നല്ലതാണോ? പപ്പായ രാവിലെ വരുമ്പോ എന്നും ഇതാ മേടിച്ചെന്ന് തന്നെ 3 പേരുണ്ടായാലും പുള്ളി 15 മുട്ടയും കറിയും മേടിക്കും. അല്ല, 15 മുട്ടയും കറിയും. പിന്നെ ദോശ കൊണ്ടവർക്ക് ദോശ, ചമ്മന്തി. അത് പിഴയിലൊരു പുളിക്കപ്പിടി കണ്ടുണ്ടോ ആ കടയിൽ നിന്ന് സാറിന് എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാറ്. ചെന്ന് കഴിഞ്ഞാൽ കാരണം ഞങ്ങൾക്ക് ഉണ്ടാക്കാനും വർത്താനം പറിച്ചിട്ട് കഴിഞ്ഞ് ഉണ്ടാക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ എളുപ്പത്തിന് മേടിക്കും കേട്ടോ. ഇന്നലെ ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇല്ലായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ പറ്റി വല്ലതൊക്കെ പറയാനുണ്ടോ? പിന്നെ എല്ലാം നല്ലതല്ലേ? എല്ലാരും നല്ലത്. എന്നെ കുറിച്ച് നല്ലതാണോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാട്ടോ. ഞങ്ങളുടെ നല്ലതും പറഞ്ഞില്ല ചീത്തയും പറഞ്ഞില്ല. മേടിക്കണ്ട. അല്ല, നമുക്ക് എന്നാ പറയാനല്ലേ? നമുക്ക് എല്ലാവരും നമുക്ക് പറയുമ്പോ എല്ലാവർക്കും ഒന്നിച്ച് പറയാനുള്ളൂ മാത്രമേ. നമ്മളിങ്ങനെ ഒന്നിച്ചാ വീട്ടിൽ പോകണം. അതെ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾക്ക് ഇത്രയും പേരേലും ഉണ്ടല്ലോ. ഇതേ പാലയിലുള്ള അനീറ്റി ഇന്ന് പള്ളി വന്നിട്ടുണ്ടായിരുന്നു. പള്ളി വന്നേച്ച് അവള് അങ്ങോട്ട് തന്നെ പോയി കേട്ടോ. ഞങ്ങൾ ഈ ഭാഗത്തോട്ടല്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ എല്ലാവരോടും ഇന്ന് ദൈവാനുഗ്രഹം പോലെ സന്തോഷമായിട്ട് ഒന്നിച്ചു കൂടുന്നു. മഴയാണ്, നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. നോക്കട്ടെ, കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്നോർത്താ ഇരിക്കുന്നത്. നമുക്ക് തൊടുപുഴ പുഴയിലെ വെള്ളം കാണാൻ പോകാം. നോക്കട്ടെ, പോകട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വീടിന്റെ അടുത്തൂടെയൊക്കെ വെള്ളമായിരിക്കും. അത് എല്ലായിടത്തും തന്നെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. നല്ല മഴയും നല്ല വെള്ളപ്പൊക്കമായിരുന്നു. ഞങ്ങൾ ഇന്നലെ തിരുവല്ലയിൽ നിന്ന് പോന്നപ്പോ ഉണ്ടല്ലോ, വണ്ടി ഒരു തുള്ളി എടുക്കത്തില്ലായിരുന്നു. കാരണം ടയറ് അതിന്റെ മൂടിയാണ് വെള്ളം നിന്നത്. പക്ഷെ എവിടെ വെള്ള പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് ആർക്കും, നമ്മുടെ പിള്ളേർക്ക് ആർക്കും പ്രശ്നമില്ലല്ലേ? നമുക്കൊരു ആർക്കും ഒരു വെള്ളത്തിന്റെ കയറുന്നവരില്ല. പക്ഷെ വെള്ളം അങ്ങനെ കയറുന്നവരുടെ ബുദ്ധിമുട്ട് നമുക്ക് അതുകൊണ്ട് അത്രയ്ക്ക് സത്യം കാണുമ്പോ ടി വിയിലൊക്കെ കാണുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. അതെ 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 അതെ. അത് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ഒരു 2 മാസത്തേക്ക് നമ്മൾ ഇച്ചിരി പേടിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. ശരിക്കും അവരുടെ ഇടുക്കിയാന്നൊക്കെ എല്ലാരും പറയെങ്കിലും ഇടുക്കി മഴക്കാലത്ത് ഇച്ചിരി മിടുക്ക് കുറയ്ക്കും. അതെ അതെ അതെ. ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലായിരിക്കും. എന്ത് രസമായിരുന്നല്ലേ June 1 പുത്തനുടുപ്പിട്ട് ഞങ്ങളുടെ ഒരു സ്കൂളിൽ പോക്കും. ഇപ്പൊ പിള്ളേര് സ്കൂളിൽ പോണില്ലാത്ത കാരണേ നമുക്ക് ശരിക്കും June 1 സ്കൂൾ തുറക്കുമെന്നറിയാം. ബാക്കി അവധി ദിവസങ്ങളൊന്നും അങ്ങനെ അറിയില്ലേ.
അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് കടച്ചക്ക. എല്ലാരും എന്നാ പറയണേന്നൊക്കെ പറയണേ, ഞങ്ങള് കടച്ചക്ക എന്നാ പറയണേ. ഇത് ഇത് ഇച്ചിരൂടെ മൂക്കണോടി. ഞാൻ ഇത് വർഷം കഴിഞ്ഞ വർഷമായിട്ട് ആദ്യമായിട്ട് ഉണ്ടായി. അന്നേരം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്നു പ്രേമത്തിലൊക്കെ ഉണ്ടായേ. ഞാൻ കഴിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നേ? ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. നല്ലതാണോ? ഇല്ലാത്തോണ്ട് ഞാൻ വന്ന് പറിച്ചോണ്ട് പോയി. നല്ലതല്ലേ? നല്ല സൂപ്പർ കഴിച്ചൊക്കെ വെണ്ണ പോലെ വരും. അതെ നല്ല ടേസ്റ്റും ഉണ്ട്. അതെ. ഇത് പോകുന്നതിന് മുമ്പ് ചിലപ്പോ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണേ. ഇത് സപ്പോർട്ടയാണ് കേട്ടോ. അതെ, ഇത് നല്ല കുഞ്ഞു കായ ഉണ്ടാവണമെന്ന് തോന്നുന്നു. അതെ നിറച്ചും ഉണ്ടാവും ഇവിടെ അന്നേരം. ഏത് ആർക്കും വേണ്ട, ആരും പറഞ്ഞു കഴിക്കുന്നില്ല. മൂത്തോണ്ടെന്ന് ഇഷ്ടംപോലെ കിളികളെ കൊണ്ടോണേ മുഴുവൻ. അതെ എനിക്ക് വലിയ ഇഷ്ടമില്ലടി. ഇതൊരു ഓറഞ്ചാണേ, ഓറഞ്ച് മരം. അതെ ഇത്തേല് ചെറുതല്ല, നല്ല വലിയ ഓറഞ്ചാ. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അറിയത്തില്ല. ആണോ? ഇല്ല, നല്ല വലിയ ഓറഞ്ച്, മുട്ടൻ ഓറഞ്ച് കേട്ടോ. നല്ല ഓറഞ്ച്, നല്ല ടേസ്റ്റും ഉണ്ട്. സാധാരണ ഇങ്ങനെ വീടുകളിലൊക്കെ ഉണ്ടായ ഓറഞ്ചിന് ഭയങ്കര പുളിയാ, കൊള്ളൂല എന്നൊക്കെ പറയണ എല്ലാരും. പക്ഷെ ഇത് നല്ല സൂപ്പർ ഓറഞ്ച് ആയിരുന്നു കേട്ടോ. അതെ ഇഷ്ടം പോലെ ആക്കാം. പെർഫെക്ഷൻ ഇല്ല അല്ലേ? ഒരു ഫിനിഷിംഗ് ഇല്ലാതെ എല്ലാം കൂടിയിട്ടായിരിക്കും. ടേസ്റ്റ് ഉണ്ടോ? ഇത് നമ്മുടെ ഇത് വരിക്ക. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. നല്ല കേടി, നല്ല. പക്ഷെ ഇതൊക്കെ അവസാനമൊക്കെ ആകുമ്പോഴേ ഉണ്ടാകുന്നതുകൊണ്ട് ആർക്കും ഞാൻ ഇടാറുമില്ല അങ്ങനെ ഇതും. അതെ നിങ്ങളെപ്പോഴും ഞങ്ങളെ മുഖമൊക്കെ കണ്ട് ഞങ്ങളെ തന്നെ കണ്ട് എന്നാ ഞങ്ങൾ പറയണല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോവാ കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാവരെയും ഞങ്ങൾ നല്ല സൂപ്പർ ഒരു വെള്ളച്ചാട്ടം കാണിക്കാം കേട്ടോ. അതെ മഴ പെയ്ത് അവിടെ ഒക്കെ വലിയ കുളമുണ്ടം പോലെ ആയോന്ന് അറിയത്തില്ല. ചെളിയാണോ, വണ്ടി പോവോ? അതെ വണ്ടി പോവോന്നൊന്നും അറിയത്തില്ല. വണ്ടി അതെ ഞങ്ങളൊന്ന് പോയി നോക്കാം. നമുക്ക് പോയി നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരെയും കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങള് ഇവിടെ വന്നു കേട്ടോ. അരുവികുത്തെന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാം കേട്ടോ. കുറെ അടിപൊളി. നമുക്ക് ഇവിടെയൊക്കെ ഇറച്ചി പൂജയൊക്കെ ചെയ്യാന്നായിരുന്നു കേട്ടോ. അതെ അതിന്റെ അടിയിൽ നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഇടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നന്നായിട്ട് കുളിക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മേത്ത് ചാടാതെ വെള്ളം പത തീരുന്ന സ്ഥലത്ത് സുഖമായിട്ട് കുളിക്കാവുന്ന അവിടെ വളരെ സേഫാവും. ഈ മഴക്കാലം അല്ലാത്ത സമയത്ത് എന്തോരം വേസ്റ്റാ കിടക്കണമെന്ന് ചോദിക്കുന്നത്. അത് നമ്മുടെ നാടല്ലേ. എനിക്ക് അതാണ് ആദ്യം നോട്ടം വന്നത്. നമുക്കതിന്റെ താഴ്ഭാഗം നോക്കാവേ. ഇവിടെ ചെളിയാട്ടോ, പായലും ചെളി. അടിപൊളി വെള്ളച്ചാട്ടല്ലേ? പിന്നല്ലാണ്ട് എന്തടുത്തല്ലേ നമ്മുടെ ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് ദൈവം തന്നെ. അല്ല, ഒറ്റ മഴ രണ്ടെണ്ണം പെയ്തത് ഇതിന്റെ ശക്തി ഉണ്ടല്ലേ. നമ്മള് പണ്ട് അവിടെ ഒന്നല്ലേ കുളിച്ചത്. നമ്മളപ്പോ ഇറങ്ങി വന്ന സൈഡ് ആ വഴിയാണ്. അതിൽ ഇറങ്ങി വന്ന് അവിടെ കയറി കുളിച്ചു. ആണല്ലേ? അവിടെ സേഫാന്ന്, ഒരു കുഴപ്പമില്ല. വെള്ളം കുറവ് ഇങ്ങനെ സൗണ്ടൊക്കെ നയാഗ്രയിൽ പോയി നിൽക്കുമ്പോ ഈ ശബ്ദമാണ് കണ്ടോ. നമ്മുടെ തൊടുപുഴയുടെ നയാഗ്രയായിട്ട് കിടക്കട്ടെ അത്. സത്യമായിട്ട് പറയില്ലേ, കുറച്ചിങ്ങനെ മേളിൽ നിന്ന് വരുന്നത് പറയില്ലാതെ ചാടുമ്പോ പകഞ്ഞ എന്ത് രസമാണെന്നറിയാമോ. നല്ലൊരു തണുപ്പും അതിന് ചെറിയ തുള്ളി നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. നല്ല അടിച്ചടിച്ച് നല്ല സുഖമായിട്ട് അവിടെ നിൽക്കാൻ. എങ്ങനെയുണ്ട്? വന്നത് മുതലായില്ലേ? വീട്ടിലിരുന്നപ്പോ കാണുമായിരുന്നോ? വീട്ടിലിരുന്നല്ലോ. അതെ നല്ലതായ അതെ
ഉച്ചവരെ ഒരു കുറച്ച് സമയമേ നമുക്ക് തരുവോളം തോന്നുന്നു. ആകാശം നന്നായി കറുപ്പ് മഴ തോന്നുന്നുണ്ട്. ആ തുള്ളിത്തോവാതെ മലങ്കര എസ്റ്റേറ്റ് ആണോ? ഏതാണ് ഏട്ടാ? ആ ഇത് മലങ്കര എസ്റ്റേറ്റാ. ഓ ഇതിന്റെ ബൈക്കിലേക്ക് മുഴുവൻ. പൈനാപ്പിൾ ഇട്ടിട്ടില്ലേ? ആ ഓക്കെ. പൈനാപ്പിൾ കൾട്ടിവേഷൻ. അതിന്റെ ഇടയ്ക്ക് അന്ന് പുലി പതുങ്ങി കിടന്നത്. അവിടുന്ന് ആൾക്കാർ പുലിനെ ഓടിച്ചേ. പേടിപ്പിക്കല്ലേ? ഈ ജൂൺ 1 പുലി നിന്ന് ചത്തു എന്നുള്ള പേരും ആവോ? ഒരു പുലി അവിടെ ആ പൈനാപ്പിളിന്റെ ഇടയ്ക്ക് പുലി എടുത്തേക്ക. അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. ആണോ? ഓ ഏട്ടാ ഈ വെള്ളം എവിടുന്ന് വരുന്നതാ ശരിക്ക്? ഇല വീഴാപ്പോ അങ്ങനെ അവിടുന്നാണോ? ഇത് ഇന്ത്യാരി മല. ഇന്ത്യാരി. ഇന്ത്യാരി മല. അല്ല ഇവിടെ കാണാൻ പറ്റില്ല. ഇന്ത്യാരി മല എവിടെ? ഫോറസ്റ്റാ. ഇന്ത്യാരി മല. ആ പൈന വീടില്ല പൈന. അതിന്റെ പോളില്ല. കുളിച്ചൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ പേടിയാവണല്ലേ? നമ്മുടെ പണിയൊക്കെ പാളിയെന്ന് തോന്നുന്നു. മഴ കൂടുന്നുണ്ട് കേട്ടോ. പോയാലോ?